നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ പേരിൽ കള്ളവോട്ട് ചെയ്ത സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. ബൂത്ത് ലെവൽ ഓഫീസർ അമ്പിളിയെയാണ് ഇലവുംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്പിളിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. 4 വർഷം മുമ്പ് മരിച്ച മെഴുവേലി സ്വദേശി അന്നമ്മയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തു എന്നാണ് കേസ്. കാസർഗോഡ് ചീമേനിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നതായി പരാതി. 5 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് യുവാവിന്റെ പരാതി. ഫീൽഡ് ഓഫീസർ എം പ്രദീപന്റെ ഇരട്ട വോട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന ഓഡിയോ സഹിതമാണ് ചീമേനി ചെമ്പ്രക്കാനത്തെ MV ശില്പരാജ് കളക്ടർക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ കളക്ടർ അന്വേഷണം ആരംഭിച്ചു. ആധാർ വെച്ചിട്ട് പിന്നെ ഇത് ചെയ്യാം. പുതിയ ഐ ഡി കാർഡ് ആവൂല. പിന്നെ അത് ഈ പുതിയ വോട്ടായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവില്ല. അതാണ് ഇങ്ങനെ വന്ന് ഡ്യൂപ്ലിക്കേറ്റിന് 8 കൊടുക്കണം. ഇത് ഫോറം 6 കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത് വന്നത്. അപ്പം നമ്മയും കണ്ടുപിടിച്ചിട്ടാ അത് ഇത് നമുക്കിത് വീട്ടിനൊങ്ങനായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇന്നലെ വന്നിട്ട് ജയറാമൊക്കെ ചിരിക്കാനോട് പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലപ്പാ അവിടെ ഇന്ന് ചെയ്തു വിട്ടത്. നമ്മത് ഇത്ര ഈസാക്കുന്നത് ഇത്. പക്ഷേ അവിടെ നിന്ന് വിളി വരുമ്പോൾ നമുക്ക് പേടിയായി. നമുക്ക് പ്രശ്നമാണ് ഇത്. ഇങ്ങനത്തെ റിപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ 3-4 കേസുണ്ട്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മുളവന സ്വദേശി സനലാണ് അറസ്റ്റിലായത്. കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കണ്ണിൽ കൊണ്ടതാണെന്നാണ് സനലിന്റെ മൊഴി. CPIM-നെതിരെ പ്രസംഗിച്ചതിന് ബോധപൂർവം ആക്രമിച്ചെന്നായിരുന്നു സ്ഥാനാർത്ഥിയുടെ പരാതി. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചെന്ന കുറ്റമാണ് പോലീസ് സനലിനെതിരെ ചുമത്തിയത്. സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് വീണ്ടും ED നോട്ടീസ്. നാളെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഇന്ന് ഹാജരാകണമെന്ന് നോട്ടീസ് നൽകിയെങ്കിലും MM വർഗീസ് ഹാജരായിരുന്നില്ല. എബിൻ ജോസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. എബിൻ, തുടരെ നോട്ടീസുകൾ അയക്കുന്നു. ഈ ഇലക്ഷൻ കാലത്ത് നാളെയും ഹാജരാകാൻ ആവില്ല എന്നതായിരിക്കില്ലേ MM വർഗീസിന്റെ വാദം? അല്ലെങ്കിൽ അവധി തേടാനല്ലേ സാധ്യത കൂടുതലും? ഗോകുൽ, ഇന്ന് ഹാജരാവണമെന്ന് ED നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് MM വർഗീസ് ഹാജരായില്ല. പകരം ഒരു കത്താണ് നൽകിയത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഉള്ളതിനാൽ ഈ വെള്ളിയാഴ്ച വരെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കഴിയില്ല എന്ന് MM വർഗീസ് EDയെ അറിയിച്ചു. പക്ഷേ ഇത് ED കണക്കിലെടുത്തിട്ടില്ല. ഇന്ന് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നു. നാളെ 10:30 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അതോടൊപ്പം തന്നെ കരിവന്നൂർ ബാങ്കിൽ പാർട്ടിയിലെ മറ്റ് കമ്മിറ്റികൾക്കുള്ള അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ഈ അക്കൗണ്ട് വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനാണ് MM വർഗീസിനെ ഇപ്പോൾ വീണ്ടും വിളിച്ചു വരുത്തുവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഗോകുൽ, ശരി. ഏതായാലും കരിവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് ED വീണ്ടും നോട്ടീസ് നൽകുന്നു. ഇന്ന് ഹാജരായില്ല, നാളെ ഹാജരാകണം എന്നതാണ് നോട്ടീസിലെ ആവശ്യം. എബിൻ ജോസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആലുവ ചെങ്ങമനാട് മരം വീണ് 10 വയസ്സുകാരന് ദാരുണാന്ത്യം. അമ്പാട്ട് വീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് ഇർഫാനാണ് മരിച്ചത്. വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നതിനിടെയായിരുന്നു അപകടം. കോട്ടയം നെടുങ്കുന്നം മാണിക്കുളത്ത് മിന്നലേറ്റ് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. കാഞ്ഞിരപ്പാറ സ്വദേശി മണിക്കുട്ടനാണ് മരിച്ചത്. പരിക്കേറ്റ മാന്തുരുത്തി സ്വദേശി സുനീഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വേനൽമഴയിൽ പത്തനംതിട്ട അട്ടത്തോട് പട്ടികവർഗ കോളനിയിലെ 16 വീടുകൾ ഭാഗികമായി തകർന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. തൃശൂരിൽ സ്കൂട്ടറിന് പിൻസീറ്റിൽ 2 വയസ്സുള്ള കുട്ടിയെ നിർത്തി സ്കൂട്ടർ ഓടിച്ച പിതാവിനെതിരെ പോലീസ് കേസെടുത്തു. മുള്ളൂർ സ്വദേശി ഹരിയുടെ പേരിലാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. സ്കൂട്ടറിന് പിന്നിലെ വാഹനത്തിലുള്ളവർ ദൃശ്യം പകർത്തി പോലീസിന് കൈമാറുകയായിരുന്നു. സൂരജ് സജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സൂരജ്, കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന ദൃശ്യമാണ്. എന്താണ് ഇങ്ങനെയൊക്കെ ആളുകൾ യാത്ര ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകുന്നു? ഗൂഗിൾ, തീർച്ചയായും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്ര അലക്ഷ്യത്തോടു കൂടിയാണ് ഒരു കുട്ടിയുമായി ആ യാത്ര ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഭീകരത വെളിവാക്കുന്നത്. എന്തായാലും ഈ സംഭവം പകർത്തുന്നത്, ചിത്രീകരിക്കുന്നത് ഈ വാഹനത്തിന് പുറകിൽ വന്ന ആളുകളായിരുന്നു. അവർ ഈ അപകട യാത്ര കണ്ട് പിന്നീട് ഈ ചിത്രം പകർത്തി പോലീസിന് കൈമാറുകയായിരുന്നു. 2 ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർ ഈ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത് പ്രകാരമാണ് ഈ പേരാമംഗലം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അമല പറപ്പൂർ റൂട്ടിൽ ചിറ്റിലപ്പള്ളി
ചിറ്റിലപ്പള്ളി റൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അമല ഭാഗത്തു നിന്നും ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് മുകളിൽ കുട്ടിയെ കയറ്റി നിർത്തി പിതാവ് തന്നെ ഈ വാഹനം ഓടിച്ചുകൊണ്ടുപോയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പിതാവായിട്ടുള്ള മുള്ളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാഹനം അടക്കം കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. എന്തായാലും ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗൂഗിൾ ശരി, സൂര്യ തൃശ്ശൂരിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ പിതാവ് തന്നെ കുട്ടിയെ പിന്നിൽ നിർത്തി വാഹനം ഓടിച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള അലക്ഷ്യമായ യാത്രകൾ ഉണ്ടാകാതിരിക്കട്ടെ, അത്തരത്തിലുള്ള യാത്രകൾക്ക് മുതിരാതിരിക്കട്ടെ, അതിനൊരു പാഠമാവട്ടെ ഈ നടപടി. സൂരജ് സജിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിവാദ പ്രസംഗത്തിൽ പ്രതിഷേധം. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പ്രസംഗത്തിൽ വ്യാപക പ്രതിഷേധം. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നിരാശനായ നരേന്ദ്രമോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോൺഗ്രസ് ഉൾപ്പെടെ വിവിധ കക്ഷികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിവാദത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ ഇല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പ്രധാനമന്ത്രിയെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നരേന്ദ്രമോദി ഉപയോഗിച്ച വാക്കുകൾ പ്രധാനമന്ത്രിയുടെ പദവിക്ക് യോജിച്ചതല്ലെന്നാണ് വിമർശനം. ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നുണ പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര തരം താഴ്ന്നിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. വോട്ടിനു വേണ്ടി മോദി വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് കെ.സി. വേണുഗോപാൽ. ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രചാരണം കൂടുതലായെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. He is becoming desperate after the first round of polling. He must have got his intelligence reports, what has happened. So now BJP is falling back on its stock in trade, as is called. This is its regular business of trying to create polarization. കോൺഗ്രസിനെ കൂടാതെ CPIML, INL തുടങ്ങിയ കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാജസ്ഥാൻ പോലീസിലും പരാതി നൽകാനാണ് CPIM തീരുമാനം. അതേസമയം പ്രധാനമന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ചു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞ കാര്യങ്ങളെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്തതെന്ന് അമിത്ഷാ. आपके घोषणा पत्र में सर्वे की बात है या नहीं है, राहुल बाबा देश के नाम में स्पष्ट करे. और मनमोहन सिंह, आपके प्रधानमंत्री ने कहा था संसाधन पर पहला अधिकार माइनॉरिटी का है. വിവാദത്തിൽ മൗനം തുടരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്തിന്റെ പ്രധാന അവകാശികൾ മുസ്ലിങ്ങളാകുമെന്ന പരാമർശം വിവാദമായതിന് പിന്നാലെ മുസ്ലിങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ എടുത്തു പറഞ്ഞ് നരേന്ദ്രമോദി. BJP സർക്കാർ മുസ്ലിം ക്ഷേമം ഉറപ്പാക്കിയെന്ന് അവകാശപ്പെട്ടാണ് ഉത്തർപ്രദേശിലെ അലിഗഡിൽ ഇന്ന് പ്രസംഗിച്ചത്. കോൺഗ്രസ് നേതാക്കളുടെ സ്വത്തിൽ കണ്ണുവെക്കുകയാണെന്നും ആരോപണം ആവർത്തിച്ചപ്പോൾ മുസ്ലിം പരാമർശം ഒഴിവാക്കുകയും ചെയ്തു. ഇന്നലെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശങ്ങൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകും. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിംകൾക്ക് വീതിച്ചു നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗം. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. പരാമർശം വിവാദമായതോടെ ഇന്ന് അലിഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിം വിഭാഗത്തിന്റെ ക്ഷേമത്തിന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നും ചെയ്തില്ലെന്ന് വിമർശനം. മുത്തലാഖ് നിയമവും ഹജ്ജ് കോട്ട വർദ്ധിപ്പിച്ചതും BJP സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിച്ചു. अब मोदी ने 3 तलाक के खिलाफ कानून बनाकर उनका जीवन भी सुरक्षित किया है कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं. कांग्रेस, सपा जैसी भ्रष्ट पार्टियों ने आपके परेशानियों को उनकी कभी परवाह नहीं की. അമ്മമാരുടെയും സഹോദരന്മാരുടെയും മംഗല്യസൂത്രത്തിൽ വരെ കോൺഗ്രസ് കണ്ണുവെക്കുകയാണെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി ഇത്തവണ മുസ്ലിം പരാമർശം ഒഴിവാക്കാൻ ശ്രദ്ധിച്ചു. 24 ഡൽഹി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം രാജ്യവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. ഒരു വിഭാഗത്തെ അകറ്റി നിർത്താൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസ് നടത്തുന്ന വോട്ട് ബാങ്ക് പ്രീണനത്തെയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പ്രതികരിച്ചു. രാജസ്ഥാനിൽ വെച്ച് നടത്തിയ പ്രസംഗം രാജ്യവിരുദ്ധമായിട്ടൊരു പ്രസംഗമാണ്. ജനങ്ങളെ വളർത്തുന്നതിനുള്ള തനി വർഗീയ പ്രചരണമാണ് അദ്ദേഹം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസം എങ്ങനെ പ്രധാനമന്ത്രിക്കുണ്ടാകുന്നു? നിയമത്തിന്റെ വഴിക്ക് പോകണം. പ്രധാനമന്ത്രിക്കെതിരെ കേസ് എടുക്കേണ്ടതുണ്ട്. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് വീണ്ടും BJP ആയുധമാക്കുന്നത്. വിഷം ചീറ്റുകയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വോട്ട് ബാങ്ക് താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരണം കോൺഗ്രസും UPA ഇന്ത്യ മുന്നണിയും നടത്തുന്നതിനെതിരായിട്ടാണ്. കോൺഗ്രസ് വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആദ്യം കൊടുക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. വോട്ടെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും മുമ്പേ ലോക്സഭയിൽ അക്കൗണ്ട് തുറന്ന BJP. സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും 7 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ദലാൽ വിജയിച്ചത്. രണ്ടാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെല്ലാം തിരക്കിലാണ്. ഗുജറാത്തിലെ സൂറത്തിൽ അസാധാരണമായ വിജയമാണ് BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന്റേത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുഭാനിയുടെ നാമനിർദ്ദേശ പത്രിക പിന്താങ്ങിയ 3 പേരും ഒപ്പ് തങ്ങളുടേതല്ലെന്ന് പറഞ്ഞതോടെ പത്രിക തള്ളി. 7 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതോടെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ ലോക്സഭയിലേക്ക്. ജയത്തിനു വേണ്ടി BJP ഏതു വഴിയും സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. एक साथ 4 प्रस्तावक कांग्रेस कैंडिडेट के खड़े होकर बोलते हैं कि ये हस्ताक्षर हमारे नहीं है. चुनाव के एक दिन पहले ये कहा जाता है. उसके बाद कुछ समय तक जो कैंडिडेट है सूरत से वो भी लापता होते हैं, मिलते नहीं हैं. രണ്ടാം ഘട്ട പ്രചാരണം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ രാമക്ഷേത്രം പ്രധാന പ്രചാരണ വിഷയമാക്കുകയാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. कांग्रेस पार्टी सदा सदा राम विरोधी रही और कांग्रेस पार्टी सनातन विरोधी. जब आपने कोर्ट में एफिडेविट दिया कि राम काल्पनिक है, പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഉറച്ചുനിന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണം. कि आप सब लोग मिलके इस बार हमारे जो कांग्रेस का पंजा है हाथ कई के मता कोट्टू देश उड़सी, कई के मता कोट्टू संविधान उड़सी, कई के मता कोट्टू देशದ ಪ್ರಜಾಪ್ರಭುತ್ವ ಉಳಿಸಿ. അനാരോഗ്യത്തെ തുടർന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പ്രചാരണ റാലികളിൽ പങ്കെടുത്തില്ല. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകും. എന്നാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് BJPയോട് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കർണാടക മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പയെ BJP പുറത്താക്കി. ശിവമോഗ മണ്ഡലത്തിൽ BJP വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്നാണ് നടപടി. 6 വർഷത്തേക്കാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. നടപടി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് KS ഈശ്വരപ്പ. അരുൺ പൂപ്പറമ്പയുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, പ്രതീക്ഷിച്ച നടപടിയാണ്. ഇപ്പോൾ ഇനി മോദിയുടെ ചിത്രം ഉപയോഗിച്ചുള്ള പ്രചരണമൊന്നും ഈശ്വരപ്പയ്ക്ക് സാധ്യമാവില്ലല്ലോ അല്ലേ? ഗോകുൽ, തീർച്ചയായും കർണാടക മുൻ ഉപമുഖ്യമന്ത്രിയും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള KS ഈശ്വരപ്പ ഇപ്പോൾ BJP പുറത്താക്കിയിരിക്കുകയാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവമോഗ മണ്ഡലത്തിൽ BJPയുടെ ശക്തമായ സ്വാധീന മേഖലയായിട്ടുള്ള ശിവമോഗ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിനെ തുടർന്നാണ് ഈ നടപടി BJP ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി അതായത് നോമിനേഷൻ നൽകിയതിനു ശേഷം BJP സംസ്ഥാന നേതൃത്വം KS ഈശ്വരപ്പയോട് വിശദീകരണം ചോദിച്ചിരുന്നു. എന്നാൽ കൃത്യമായ വിശദീകരണം നൽകാൻ ഈശ്വരപ്പ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് നടപടി സ്വീകരിക്കുന്നതെന്നാണ് BJP നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കുന്നത്. BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള
യെദ്യൂരപ്പയുടെ മകൻ BY വിജയേന്ദ്രയ്ക്കെതിരായിട്ടാണ് ശിവമോഗ മണ്ഡലത്തിൽ KS ഈശ്വരപ്പ മത്സരിക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ശിവമോഗ മണ്ഡലത്തിൽ KS ഈശ്വരപ്പ പ്രചാരണം ഉൾപ്പെടെ നടത്തിയത്. അതിനെതിരെ BJP സംസ്ഥാന നേതൃത്വം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി കൂടി ഉണ്ടാവുന്നത്. ശരി അരുൺ, ഏതായാലും KS ഈശ്വരപ്പ മുൻ കർണാടക ഉപമുഖ്യമന്ത്രിയായ KS ഈശ്വരപ്പയെ BJP പുറത്താക്കിയിരിക്കുന്നു. വിമത സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുറത്താക്കൽ നടപടി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് പരസ്യപ്രചാരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ കുത്തൊഴുക്കാണ്. വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. സുരേഷ് ഗോപിയുടെ ചിത്രത്തിനൊപ്പം LDF മുൻ MP ഇന്നസെന്റിന്റെ ചിത്രം പതിച്ചതിലും വിവാദം. സംസ്ഥാനത്ത് ചില മണ്ഡലത്തിൽ കടുത്ത മത്സരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിന്റെ പരിഗണന മുസ്ലിങ്ങളോട് മാത്രമാണെന്ന വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെയാണ് രാഷ്ട്രീയ യുവജനതാദൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. വർഗീയതയുടെ പരിപ്പ് വയനാടൻ ചട്ടിയിൽ വേവില്ലെന്ന് T സിദ്ദിഖ് MLA പറഞ്ഞു. തൃശൂരിൽ ഫ്ലെക്സ് ബോർഡ് വിവാദമാണ് കത്തിപ്പടരുന്നത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഇന്നസെന്റിനൊപ്പമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് BJP നീക്കം ചെയ്തു. അനുമതിയില്ലാതെ LDF MPയുടെ ചിത്രം ഫ്ലെക്സിൽ ഉപയോഗിച്ചതിൽ CPIM കളക്ടർക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് നീക്കം. ഇന്നും പൗരത്വ ഭേദഗതി ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ഈ ഘട്ടത്തിൽ ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രതികരണമില്ല. അപ്പോഴില്ല. വയനാട്ടിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുമ്പോൾ അവിടെ നിന്നെങ്കിലും പ്രതികരിക്കുമെന്ന് വിചാരിച്ചു. അവിടെയുമില്ല. എന്താണ് അങ്ങനെ വരാൻ കാരണം? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ 20 സീറ്റും നേടുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പ്രസംഗത്തിനിടെ ചിലയിടങ്ങളിൽ കനത്ത മത്സരമെന്ന് തിരുത്തി. 4-5 സീറ്റിൽ ഞങ്ങൾ എങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്കോറാണെന്ന് പറയും. 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ട്. ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് പാലക്കാട് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. രാധാകൃഷ്ണൻ ജയിച്ചു. ചാവക്കാട് രാഹുൽ ഗാന്ധിയുടെ റാലി ഒഴിവാക്കിയതിന് കാരണം മുസ്ലിം ലീഗിന്റെ കൊടി ഒഴിവാക്കാൻ കഴിയാത്തതാണെന്ന് VS സുനിൽകുമാറിന്റെ പ്രതികരണം. തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ LDF സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന് നടൻ പ്രകാശ് രാജ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ നിലപാട് വ്യക്തമാക്കിയ ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ LDFന് പരോക്ഷമായി പിന്തുണ യാക്കോബായ സഭ പ്രഖ്യാപിച്ചപ്പോൾ സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ലത്തീൻ സഭയും രംഗത്ത് വന്നു. ക്രൈസ്തവ സഭകളുടെ വോട്ടുകൾ പെട്ടിയിലാക്കാൻ മുന്നണികൾ പ്രയത്നിക്കുന്നതിനിടയിലാണ് സഭകൾ നിലപാടുകൾ തുറന്നു പറഞ്ഞു തുടങ്ങിയത്. ആദ്യം രംഗത്ത് വന്നത് യാക്കോബായ സഭ. പ്രതിസന്ധിയിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപ്പൊലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24നോട് പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്. അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടാണ്. ജനാധിപത്യം വലിയ വെല്ലുവിളി നേരിടുകയാണെന്നും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗെയിനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. അതേസമയം വിഴിഞ്ഞം സമരത്തിന് ശേഷം അക്കൗണ്ടുകൾ മരവിപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാടിനെതിരെ ലത്തീൻ സഭ അതിരൂപത ബിഷപ്പ് തോമസ് ജെ നെറ്റോ രംഗത്തു വന്നു. പള്ളികളിൽ ഇന്നലെ അക്കൗണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ച് സർക്കുലറും വായിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. 24 കോട്ടയം.
മുസ്ലിം ലീഗിനെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണത്തിൽ സമസ്തയിൽ ഭിന്നത. സമസ്തയുടെ നിലപാട് പറയേണ്ടത് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന് നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളെ തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി KS ഹംസ ആരോപിച്ചു. സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം മുസ്ലിം ലീഗിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനമാണ് ഒരു ഇടവേളയ്ക്കു ശേഷം ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവന്നത്. വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ മറുപടി സംസ്ഥയെ ചൊടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥയുടെ നിലപാട് പറയേണ്ടത് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്ന് SYS ഓർഗനൈസിംഗ് സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി 24നോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കത്തിൻ്റെതായി സമസ്തയുടെ സെക്രട്ടറി എന്ന നിലയിൽ ചാനൽ കാണിക്കുന്ന ഒരു വാർത്ത അത് സമസ്തയുടെ ഔദ്യോഗികമാണ് എന്ന് തോന്നുന്നില്ല. അത് സമസ്തയുടെ ആധികാരികമാണോ സമസ്തയുടെ നിലപാടാണോ എന്ന് പറയേണ്ടത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാരോ കീഴടങ്ങളുടെ വക്താക്കളോ അല്ല. സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതേ സംബന്ധിച്ചുകൊണ്ട് നിലപാട് പറയേണ്ടത്. ഇതിനു പിറകെയാണ് സംസ്ഥയിലെ ഒരു വിഭാഗം LDFന് അനുകൂലമായി പരസ്യമായ നിലപാട് സ്വീകരിച്ചത്. ലീഗിനെതിരെ ചോദ്യാവലി തയ്യാറാക്കുകയും പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്തു. ലീഗ് നേതാക്കളുടെ ധാർഷ്ട്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് KS ഹംസ 24നോട് പറഞ്ഞു. ലീഗുമായി ഭിന്നതയൊന്നും ഇല്ല എന്ന് സാധാരണ സമസ്തയുടെ നേതാക്കളും ലീഗും പറയാറുണ്ടെങ്കിലും അത് എല്ലാവർക്കും അറിയുന്നൊരു പരമാർത്ഥമാണ്. ഭിന്നതയുണ്ട് എന്നുള്ളത് കുറച്ച് കാലങ്ങളായി ഒരു മൂപ്പിളമ പോര് എന്ന് പറയല്ലോ, അത് നിലനിൽക്കുന്നുണ്ട്. അത് സമസ്തയുടെ പല പ്രഖ്യാപിത നയങ്ങളെയും തകർക്കാൻ ലീഗിലെ ഒരു വിഭാഗം നേതൃത്വം എന്നും ശ്രമിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉറച്ച വോട്ട് ബാങ്കായ EK സുന്നികൾ ഇടയുന്നത് UDFന് തലവേദനയാണ്. 24 കോഴിക്കോട്. വടകരയിലെ അശ്ലീല വീഡിയോ വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ വക്കീൽ നോട്ടീസ്. ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ആവശ്യം. KK ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വോട്ടെടുപ്പ് ദിവസം മണ്ഡലത്തിൽ അധിക സുരക്ഷ വേണമെന്ന ഷാഫി പറമ്പലിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്ന ആരോപണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഷാഫി പറമ്പിലിന്റെ വക്കീൽ നോട്ടീസ്. 24 മണിക്കൂറിനുള്ളിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ പറയുന്നു. ജനരോഷം മറികടക്കാനുള്ള നാടകമാണ് ഷാഫിയുടെ നീക്കമെന്ന് LDF പ്രതികരിച്ചു. KK ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന ക്ലിപ്പുകളും ചിത്രങ്ങളും UDF നേതാക്കൾ പ്രചരിപ്പിച്ചുവെന്ന ആരോപണം ഇന്ന് രാവിലെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അവരുടെ പാരമ്പര്യം എന്താണെന്ന് ഇപ്പോൾ തെളിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കള്ള ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി, കള്ളത്തരത്തിൽ ഐഡന്റിറ്റി കാർഡ്. ആ കാർഡ് ഉണ്ടാക്കുന്ന വിദഗ്ധന്മാര് അവിടെ ഷാഫി പോകുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ പോയത് അവരും കൂടിയാണ്. ഇല്ലാത്ത വീഡിയോയെക്കുറിച്ചാണ് ആരോപണം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. അതിനിടെ KK ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് സ്വമേധയാ കേസെടുത്തു. വടകരയിൽ വോട്ടെടുപ്പിന് അധിക സുരക്ഷ വേണമെന്ന UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പ്രശ്നബാധിത സ്ഥലങ്ങളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും 1201 പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരായ നടപടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കാത്ത സർക്കാർ. ACP സുദർശനെതിരായ നടപടി നീക്കം പുനഃപരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. പൂരം നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്ന ആവശ്യവുമായി തിരുവമ്പാടി വിഭാഗവും രംഗത്തെത്തി. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് പൂരവുമായി ബന്ധപ്പെട്ട് അമിത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ച ACP സുദർശനെതിരായ നടപടി തെറ്റായിപ്പോയി എന്നാണ് സേനയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. ACPക്കെതിരായ നടപടി സേനയുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും സുദർശൻ ഇരയാക്കിയ നടപടി പുനഃപരിശോധിക്കണമെന്നുമാണ് ആവശ്യം. പൂരം നടത്തിപ്പിൽ വീഴ്ചയുണ്ടായെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെയും ACP സുദർശനെയും സ്ഥലം മാറ്റാൻ സർക്കാർ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ACPക്കെതിരായ നടപടി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി K രാജൻ. നമുക്കത് പരിശോധിക്കാവുന്ന കാര്യമുള്ളൂ. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ ലഭ്യമായ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. സൂക്ഷ്മമായി പരിശോധിക്കും. പങ്കാളിയല്ലാത്ത കുറ്റം ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടില്ല. പ്രാഥമികമായ നടപടിയാണ്. സമഗ്രമായ അന്വേഷണത്തിന് ശേഷമേ നടപടി ഉണ്ടാകുള്ളൂ. തൃശൂർ പൂരം വിഷയം കമ്മീഷണറെ മാറ്റിയതുകൊണ്ട് മാത്രം തീരുന്നില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. കമ്മീഷണർ മാറ്റിയതുകൊണ്ട് പ്രശ്നം തീരില്ല. അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. പൂരം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിന് അറിയണം. ഇത് ഒരു
തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. പൂരം നടത്തിപ്പ് ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട തിരുവമ്പാടി ദേവസ്വം പൂരത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. ആർമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കുകയാണ് UDFും BJPയും. 24 തൃശൂർ. കോഴിക്കോട് മാവൂരിൽ വളർത്തുപോത്തിന്റെ കുത്തേറ്റ് 65-കാരൻ മരിച്ചു. മാവൂർ പനങ്ങോട് കുളങ്ങര വീട്ടിൽ ഹസൈനാറാണ് മരിച്ചത്. തീറ്റ നൽകിയ ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടെ പോത്ത് ആക്രമിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വാൽപ്പാറയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. അനലി എസ്റ്റേറ്റിലെ തൊഴിലാളിയെയാണ് കാട്ടുപോത്ത് ആക്രമിച്ചത്. പരിക്കേറ്റ സെൽവരത്നത്തെ വാൽപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് കുണ്ടായത്തോട് പാളം മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി മാതാവിനും മകൾക്കും ദാരുണാന്ത്യം. മാത്ര സ്വദേശി നസീമ, മകൾ ഫാത്തിമ നെഹ്ല എന്നിവരാണ് മരിച്ചത്. കുണ്ടായത്തോട്ടിലെ ബന്ധുവീട്ടിൽ കല്യാണത്തിന് വരുന്നതിനിടെയായിരുന്നു അപകടം. നസീമ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മകൾ ഫാത്തിമയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് വൈദികർക്ക് നിർദ്ദേശം നൽകി സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് സംബന്ധിച്ച് വ്യാഴാഴ്ചയ്ക്കകം കർമ്മപദ്ധതി തയ്യാറാക്കി അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സഭാധ്യക്ഷന്റെ നിർദ്ദേശത്തെ കഴിഞ്ഞ 19 ചേർന്ന വൈദിക യോഗം തള്ളിയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരുമെന്ന നിലപാടിലാണ് അതിരൂപത സംരക്ഷണ സമിതി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 24 സൈക്കിൾ യജ്ഞം തുടരുന്നു. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും പത്തനംതിട്ട ടൗണിലെത്തിയപ്പോൾ രസകരമായ ചില സംഭവങ്ങൾ കൂടിയുണ്ടായി. നാടറിഞ്ഞ് വോട്ടർമാരുടെ മനസ്സറിഞ്ഞ് സൈക്കിൾ യജ്ഞം തുടരുകയാണ്. അപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാ ഞങ്ങളിത് എവിടെയാ നിൽക്കുന്നത്. ഞങ്ങളെ ഈ വഴി ഇങ്ങനെ സൈക്കിളുമായിട്ട് വന്നപ്പം ഇവിടെ ഒരു പെട്ടി ഓട്ടോ കിടക്കുന്നു. അതിന് നിറച്ച് സാധനങ്ങൾ, കുറച്ച് പയ്യന്മാർ നിൽക്കുന്നു. ഇവരെന്തോ ഭയങ്കര കാര്യമായ ചർച്ചയിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങളും ആ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആദ്യം ഇവരോട് ചോദിക്കാം, അല്ലേ നിങ്ങൾ എങ്ങോട്ടേക്കുള്ള യാത്രയിലാ? ഇവന്റിന്റെ വർക്കായിട്ട് വന്നത്. ഇവന്റ് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ രാത്രി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ഓളത്തിൽ തന്നെയാണ് ചെയ്യുക, പാട്ടൊക്കെ പാടി. അതുകൊണ്ടാണ് നമ്മളെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. ശരിക്കും അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് ഈ പരിപാടിയായിട്ട് പോകണം അല്ലേ? അടിപൊളി. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണോ? എന്താ പേര്? ഇവര് വന്ന വണ്ടിയാണ് നമ്മളകത്തും ഇവര് പുറത്തു. ഇലക്ഷന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ. നമ്മൾ വോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് പുറത്തും അവര് അകത്താവല്ലോ. ആരും കേട്ടാലും ഒരു കുഴപ്പമില്ല. ഞങ്ങള് കൊല്ലത്ത് സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? രാജാവ് വരുന്ന കണക്ക് വല്ലപ്പോഴും വരും, നമ്മളെ കാണും, പിന്നെ അവരെ പാടുമൊക്കെ അങ്ങ് പോകും. എല്ലാരും വോട്ട് ചെയ്യില്ലേ? പിന്നെ തീർച്ചയായും ചെയ്യും. ഇവര് പഠിക്കുന്നുണ്ട്, ഇവര് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവര് ഇതുപോലെ ഓളത്തിൽ പോയിട്ട് ജോലി ചെയ്യുന്നു. അടിപൊളിയായിട്ട് അവര് പോകും. നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ശരി ചേട്ടാ, ഓക്കെ. അവര് പറയായിരുന്നു വോട്ട് ചെയ്താൽ ഇതാണ്, അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തായിന്ന്. അങ്ങനെ ഒരു അഭിപ്രായം ഒരുപാട് പേർക്ക് ഉണ്ടാവില്ലേ? അങ്ങനെ ആവാതിരിക്കട്ടെ. ഇത്തവണ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നവര് നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദീപാലങ്കാരങ്ങളുടെ ബഹുനില പന്തലിന്റെയും സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ICL ഫിൻകോർപ്പാണ് ദീപാലങ്കാരങ്ങളും ബഹുനില പന്തലും നിർമ്മിക്കുന്നത്. 5 നിലകളിലായി 100 അടി ഉയരമുള്ള പന്തലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ICL ഫിൻകോർപ്പ് CMDയും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ സമർപ്പണം നിർവഹിച്ചു. ഉമ അനിൽകുമാർ, മുൻ MP സാവിത്രി ലക്ഷ്മണൻ, ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CK ഗോപി, KSC മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ, നിസാർ അഷ്റഫ്, ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ U പ്രദീപ് മേനോൻ എന്നിവർ പങ്കെടുത്തു.
തിരികെ വാർത്തകളിലേക്ക്. പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും ഭരതനാട്യ നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യവും പത്മവിഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. മരണാനന്തര ബഹുമതിയായി സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ബിന്ദേശ്വർ പഥക്കിന് പത്മവിഭൂഷൺ പുരസ്കാരം നൽകി. ആദ്യ വനിതാ ജഡ്ജിയും തമിഴ്നാട് മുൻ ഗവർണറുമായ ഫാത്തിമ ബീവി, നടൻ മിഥുൻ ചക്രവർത്തി, ഗായിക ഉഷ ഉദുപ്പ്, BJP നേതാവ് ഒ രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷൺ പുരസ്കാരം സമ്മാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ 132 പേരാണ് രാജ്യത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങിയത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.